ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദയസൂര്യനെ പോലെ കർത്താവായ യേശു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വരുന്ന സമയമാണ്. അവിടുത്തെ മുഖപ്രകാശം കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടും. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും മാറും. നമ്മുടെ പാപങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് സങ്കീർത്തനം 90:8 നമ്മൾക്കായി മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈശോയുടെ മുഖപ്രകാശം കാണുവാൻ ആഗ്രഹിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്കിപ്പോൾ പ്രവേശിക്കാം. സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, കർത്താവിൻ്റെ മുഖം ദർശിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമയത്ത് സംഭവിക്കും. നമ്മുടെ ജീവിതം തന്നെ ദൈവസ്നേഹത്തിൽ രൂപപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 90 4-ാമത്തെ വചനവും 8-ാമത്തെ വചനവും നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം എത്ര വേഗം കടന്നു പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ
കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. 8-ാമത്തെ വചനം കൂടി നമുക്ക് ശ്രവിക്കാം. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിവാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട്. നമ്മുടെ എല്ലാ ചെയ്തികളും ദൈവം കാണുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ ലഭിക്കുക. ദിവ്യകാരുണ്യത്തിലേക്ക് അല്പസമയം നോക്കുക. നമ്മളെ അറിയുന്ന ദൈവത്തെ നോക്കിയിരിക്കുന്നത് വലിയൊരു പ്രാർത്ഥനയായി മാറും. കർത്താവേ, അവിടുത്തെ മുഖപ്രകാശം, അതാണ് എനിക്ക് വേണ്ടത്. ആ മുഖപ്രകാശത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ സ്നേഹം രുചിച്ചറിയുവാനും എൻ്റെ ജീവിതത്തെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുവാൻ, എൻ്റെ കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞ് പരിഹരിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ ഈശോയിലേക്ക് നോക്കിയിരിക്കുക. ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് മനോഹരമായൊരു പ്രാർത്ഥനയാക്കി ഈ സമയം മാറ്റുക. ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ദിവ്യകാരുണ്യനാഥന് മുമ്പിലാണ്. ഇത് സ്നേഹത്തിൻ്റെ അവതാരമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ സ്നേഹത്തിൻ്റെ അവതാരം നമ്മിൽ ജ്വലിക്കണമെങ്കിൽ നമുക്ക് ദൈവ സ്നേഹത്തോടൊരു കൊതിയുണ്ടാകണം. കൊതിക്കുന്ന ഹൃദയത്തിലാണ് കർത്താവിൻ്റെ സ്നേഹം ജ്വലിച്ച് ഉയരുന്നത്. അങ്ങനെ ഒരു ജ്വലനം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം എടുത്താൽ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ ചെറിയൊരു വചനഭാഗം നമുക്ക് ശ്രവിക്കാം. ലൂക്ക 24-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വചനങ്ങൾ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മൾ ഈ വചനഭാഗത്തും വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ജ്വലിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ജ്വലിക്കണം. ത്രിത്വൈക ദൈവത്തെ നമ്മളിപ്പോൾ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ഒരു ജ്വലനം, ആത്മീയമായ ജ്വലനം നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധന. സ്വരത്തിൽ ആരാധന ആരാധന
ത്രിയേക ദൈവത്തെ ധ്യാനിച്ച്, ത്രിയേക ദൈവത്തെ ആരാധിച്ച് എല്ലാവരും ഹൃദയമുയർത്തി പാടി പ്രാർത്ഥിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന. മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന. ആരാധന 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 ആരാധന. അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിതനായി തൻ്റെ മരണത്തിലൂടെ അവിടുന്ന് നമ്മെ രക്ഷിച്ചു. തൻ്റെ മുറിവുകളിലൂടെ അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്നു. ആ ദൈവത്തെ ആരാധിച്ചു പാടാം. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന 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 എല്ലാവരും അധരങ്ങൾ തുറന്ന് ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. രോഗങ്ങളും വേദനകളും ക്ലേശങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങി ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇരിക്കോ നിൽക്കോ മുട്ടുകുത്തോ എന്തുമായിരിക്കട്ടെ, സ്വസ്ഥമാവുക. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ, സ്വസ്ഥതയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, അവിടുത്തെ സ്വരം ശ്രവിച്ച്, അവിടുത്തെ സ്നേഹം അനുഭവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, നമ്മോട് സംസാരിക്കും. കർത്താവ് നമ്മെ കരുതുന്ന ദൈവമാണ്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഹൃദയം കൊണ്ട് അവിടുത്തെ ശ്രവിക്കുക. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൽ എന്നെ രൂപപ്പെടുത്തണമേ. അങ്ങേക്ക് അനിഷ്ടമായതെല്ലാം ഞാൻ ഉപേക്ഷിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വളരുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ മൗന നൊമ്പരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന വിഷമങ്ങൾ, വേദനകൾ, കുറ്റബോധങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അല്പസമയം നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി ചെയ്തത് നമ്മൾ ധ്യാനിച്ചാൽ ദൈവ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ നമ്മളിരുന്ന് കരയും. ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, 2000 വർഷങ്ങൾക്കപ്പുറം യേശു ചെയ്തൊരു കാര്യം, നമ്മുടേതുപോലെ ഒരു ശരീരം ഏറ്റെടുക്കാൻ തയ്യാറായി. നമ്മുടേതുപോലെ ഞരമ്പും രക്തവും മാംസവും എല്ലാമുള്ള ഒരു ശരീരം. ദൈവം, സർവശക്തനായ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവതാരം ചെയ്തു എന്നത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ചെറിയൊരപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഒതുങ്ങാൻ സർവശക്തനായ ദൈവം തിരുമനസ്സായി. ആ ദിവ്യകാരുണ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം എടുത്തു കാണിക്കുന്നത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും നമുക്ക് സാധിച്ചാൽ ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതം രൂപപ്പെടും. ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ഈ സ്നേഹം തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാം. ദൈവത്തെ സ്നേഹിക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാം. തന്നിഷ്ടപ്രകാരം നമ്മൾ നടന്ന നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാം. കർത്താവേ, ഞങ്ങളെ കഴുകുവാൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ. ഞങ്ങളുടെ പാപക്കറകളെല്ലാം ഞങ്ങളിൽ നിന്നും അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് അവിശ്വസ്തത കാണിച്ച നിമിഷങ്ങൾ, അങ്ങുമായി ആലോചന ചെയ്യാതെ പോയ നിമിഷങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിയുടെ അന്ധകാരത്തിൽ ഞങ്ങൾ ജീവിച്ച നിമിഷങ്ങൾ, ഞങ്ങളുടെ മനസ്സ് അന്ധമാക്കിയ നിമിഷങ്ങൾ, അവയ്ക്കെല്ലാം ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ നന്മ ചിന്തിക്കാതെ ഞങ്ങൾ ജീവിച്ച നിമിഷങ്ങൾ, പാപസുഖത്തിൽ ഞങ്ങൾ മുഴുകിയ നിമിഷങ്ങൾ, അവയ്ക്കെല്ലാം ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. അവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, അസമാധാനം, അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ. അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മിൽ നിന്ന് അകറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി തീരാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. അനുതാപത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് നല്ല നല്ല തീരുമാനങ്ങൾ നമ്മളെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുന്നത്. നല്ല തീരുമാനങ്ങൾ അതെടുക്കുവാൻ ചില തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. കൊളോസസ് 1:27 നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തു എന്നിലും നിന്നിലും വാസം ചെയ്യുന്നു.
അത് വലിയൊരു രഹസ്യമാണ്. യേശു ക്രിസ്തു നിന്നിലുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു സക്രാരിയാണ്. യേശു വാസം ചെയ്യുന്ന സക്രാരി. എസെക്കിയേൽ 43:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ 43:12. ആലയ നിയമം എന്ന് പറയുന്നത് ആലയത്തിൻ്റെ ഉള്ളും പരിസര പ്രദേശങ്ങളും പരിശുദ്ധമായിരിക്കണം. ഒരശുദ്ധിയും ആലയത്തിലേക്ക് വരരുത്. നമ്മൾ സക്രാരിയാണെങ്കിൽ, ദൈവം നമ്മിൽ വാസം ചെയ്യുന്നെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെങ്കിൽ നമ്മളെപ്പോഴും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. തീരുമാനമെടുക്കാം. ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പല അശുദ്ധിക്കും നമ്മളെ വിട്ടുകൊടുത്തു. പല അശുദ്ധിയിലും നമ്മൾ ആവേശത്തോടെ മുഴുകി. നമുക്കൊരു മാറ്റം വരണം. മാറ്റം വരുത്താൻ നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാത്മീയ ജ്വലനം ഇല്ലാത്തവരുണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയം ജ്വലിക്കുവാൻ, എൻ്റെ മനസ്സ് അങ്ങേക്ക് വേണ്ടി എപ്പോഴും ചിന്തിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതാ സ്നേഹ യേശുവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കുന്നതിനും സ്നേഹിതരുടെ ഒരു കുടുംബവും അങ്ങേ ആദരിക്കുന്ന ഒരു ദേശവും തയ്യാറാകുന്നതിനു വേണ്ടി എൻ്റെ ഹൃദയം ദൈവം വസിക്കുന്ന ഒരു സിംഹാസനമായി മാറണം. എൻ്റെ കുടുംബം, എൻ്റെ ദേശം ദൈവത്തെ ആരാധിക്കുന്ന കുടുംബവും ആരാധിക്കുന്ന ദേശവുമായി മാറണം. ഇത്രയും കാര്യം സാധ്യമാകേണ്ടതിന് കർത്താവേ, ഞാൻ കല്ല് തിന്നണോ? കല്ല് തിന്നാൻ റെഡിയാണ്. കല്ല് തിന്നാൻ പോലും ഞാൻ റെഡിയാണ്. ഇതുപോലൊരു സ്നേഹം, ഇതുപോലൊരു ആത്മീയ ജ്വലനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റും. പുണ്യങ്ങൾ അഭ്യസിക്കാൻ ജീവിക്കും. ദൈവത്തിന് പ്രീതികരമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഈ വിശുദ്ധൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, എൻ്റെ ഞരമ്പുകൾ മുഴുവൻ ദൈവത്തിന് വേണ്ടി കത്തുന്ന തിരികളായി മാറണം. എൻ്റെ രക്തം മുഴുവൻ ആ ഞരമ്പുകളിലൂടെ കത്തിത്തീരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരം, എൻ്റെ രക്തം, എൻ്റെ ഞരമ്പുകൾ ഇതെല്ലാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. ഒരുപാട് സ്നേഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അതിനുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക. നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനെ സുഖപ്പെടുത്തണമേ, അങ്ങൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, അങ്ങൻ്റെ ദേശത്തെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതാനും വ്യക്തികളെങ്കിലും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം അർപ്പിച്ച് ചോദിച്ചതാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എത്രയോ വ്യക്തികൾ, നമുക്ക് അവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. എന്നെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും വളരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ നാളിതുവരെ പല വിധത്തിൽ സഹായിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ആത്മീയമായി വളരാൻ സഹായിച്ചവർ, സാമ്പത്തികമായിട്ട് സഹായിച്ചവർ, മറ്റു പല രീതിയിൽ നമ്മളെ സഹായിച്ചവർ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മൾ അല്പസമയം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുവാൻ ഇടവരുത്തണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരുണ്യവനായ കർത്താവ്, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ ഇവരെ കാത്തുപരിപാലിക്കണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും
വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ, നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ആത്മാവിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുക. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും വ്യാപരിക്കുന്ന ഈ സമയം ഈശോയോട് ഒട്ടി നിൽക്കാം. ദൈവകൃപ ഏറ്റെടുക്കാം. നമ്മളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടും നമ്മളിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴുന്നമ്മേ, നിന്നീത കേഴുന്നമ്മേ.